സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന പേരിനു മാത്രം. വയനാട് ജില്ലയിൽ ഒരു വർഷത്തിനിടെ ആകെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ. ടൺ കണക്കിന് മരുന്ന് വിതരണം നടക്കുന്ന തിരുവനന്തപുരത്താകട്ടെ 50 തവണ പരിശോധന നടത്തിയെന്ന് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ മറുപടി. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. സംസ്ഥാന ആരോഗ്യവകുപ്പ് ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് മരുന്നുകളിലെ ഗുണനിലവാര പരിശോധന. ഗുരുതരമായ രോഗങ്ങൾക്ക് നൽകുന്ന മരുന്നുകൾ പോലും കൃത്യമായ പരിശോധന നടത്താതെയാണ് വിതരണം ചെയ്യുന്നത്. ശിശുമരണ നിരക്കിലുൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന വയനാട് ജില്ലയിൽ 2023-24 വർഷം ആകെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ മാത്രം. ടൺ കണക്കിന് മരുന്ന് വിതരണം നടക്കുന്ന തിരുവനന്തപുരത്ത് എത്ര സാമ്പിളുകൾ പരിശോധിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ പോലും ലഭ്യമല്ല. മാർച്ച് 50 തവണ പരിശോധന നടത്തിയെന്നാണ് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ മറുപടി. പാലക്കാട് 174, കോഴിക്കോട് 274, കാസർഗോഡ് 169, കൊല്ലം 221, കോട്ടയം 35 തവണ, കണ്ണൂർ 171 സാമ്പിളുകൾ, പത്തനംതിട്ട 86, ഇടുക്കി 19 എന്നിങ്ങനെയാണ് സാമ്പിൾ പരിശോധനയുടെ കണക്കുകൾ. കൃത്യമായ പരിശോധന നടത്താത്ത ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലം രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷി നേടുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് തന്നെ പലതവണ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതല്ലാതെ തുടർ നടപടികളൊന്നുമില്ല. ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തി ഗുണനിലവാര പരിശോധന നടത്തുന്നത്. വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് നിർത്തിവെക്കുന്നത് വഴി കോടികളാണ് സർക്കാരിന് സാമ്പത്തിക നഷ്ടം. വിതരണത്തിന് മുൻപ് എല്ലാ മരുന്നുകളുടെയും സാമ്പിൾ പരിശോധന നടത്താൻ കേന്ദ്രീകൃത സംവിധാനം ഒരുക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.